അവലും കർത്തയലും വറുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് കഴിക്കുന്നത് കേരളത്തിൽ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ആരോഗ്യകരമായ ഒരു ലഘുഭക്ഷണമാണ്. കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, എരിവ്, പ്രോട്ടീൻ, മറ്റ് വിറ്റമിനുകളും ധാരാളം അടങ്ങിയ ഒരു പോഷകസമൃദ്ധമായ ആഹാരമാണ് ഇത്. ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഭക്ഷണം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഫുഡ് ചെറിയ മൂന്ന് സാധനങ്ങൾ, അവല്, എള്ള്, വെല്ലം, ഈ മൂന്ന് സാധനം കൊണ്ടുള്ള അടിപൊളി ഒരു ശരീരത്തിന്റെ, ഇപ്പൊ നമ്മളെ മഴക്കാല കർക്കിടക്കാരാണ്, അപ്പം ശരീരത്തിന് ഒരു വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫുഡ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. അവല് ശരിക്കും ഒരു വറുത്തെടുക്കണം. നമ്മളെ ചോന്നവലുണ്ട്, ചോന്നവല് ഒരു വറുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം. അതുപോലെ നമ്മളെ കറുത്ത എള്ള് കഴുകിയിട്ട് വെള്ളം മാറാൻ വേണ്ടി തുണിയിൽ ഇങ്ങനെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും കഴുകണേ എള്ള്. അങ്ങനെ നമ്മൾ അവലിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു വെള്ളം കൂടെ, ഒരു ഉണ്ട വെള്ളം നമ്മൾ എടുത്തിട്ട് അങ്ങനെ നമ്മൾ അവല് വറുത്തിട്ട് റെഡി ആയിട്ടുണ്ടാ. അവല് നല്ല അടിപൊളിയായിട്ട് വറുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇത് നമുക്ക് ആ വെല്ലം ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ആ വെല്ലം ഇത് അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. പൊടിച്ച് പരിപ്പാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ എള്ള് ഉള്ളതാ വറുത്ത് നല്ല എന്താ സ്മെല്ല്. വെള്ളം അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനി നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ചെറുങ്ങനെ ഒന്ന് അടിച്ചാൽ മതി കേട്ടാ. വലിയൊരു ഭയങ്കരമായ പൊടി, അതായത് നമ്മളെ ഈ ദോശക്കെല്ലാം ഈ പുട്ടിനെല്ലാം പൊടിക്കുമ്പോഴത്തെ പത്തലിനെല്ലാം പൊടിക്കുമ്പോഴത്തെ പൊടിയൊന്നും വേണ്ട കേട്ടാ. വളരെ ഒരു 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ട കേട്ടാ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറുത്ത എള്ള് വാർത്ത് പൊടിച്ച കറുത്ത എള്ളിതാ അടിപൊളിയായിട്ട് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്രഷ് ചെയ്ത അവലും അതിന്റെ മുകളിൽ എള്ളു ഇട്ടിട്ട് അങ്ങനെ നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ കുഴച്ചങ്ങ് മറച്ചെടുക്കണം. അങ്ങനെ നമ്മളെ എള്ള് എടുത്ത് ഇങ്ങനെ എള്ളും കൂടി ഇട്ടിട്ട് നമ്മൾ വളരെ അങ്ങനെ കുഴച്ച് മറിച്ച് അങ്ങനെ നമ്മൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല മിക്സാണ്, നല്ല അടിപൊളിയായിട്ട് മിക്സാണ് കേട്ടോ. നല്ല അടിപൊളിയാക്കി മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ മിക്സാക്കി എടുത്തിട്ട് നമ്മളെ ചെറുമികൾക്ക് തിന്നാൻ കൊടുത്തു. നമ്മൾ ആശാക്കും ബിലാലിനും തിന്നാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എക്സ്പ്രഷനാ, തിന്നിട്ട് ഭയങ്കര അടിപൊളി എന്നാണ് ആയിഷെല്ലാം പറയുന്നത്. ബിലാലെന്ന് പറയാൻ വേണ്ട, വായിലിട്ട് തിന്നു കേട്ടാ. അപ്പൊ ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം കേട്ടാ. ഉണ്ടാക്കേണ്ട റെസിപ്പി ആ ജെമിനി ആദ്യം ഞാനിട്ടുണ്ട്. ജെമിനി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നോക്കിയിട്ട് അതേപോലെ ചെയ്താൽ മതി കേട്ടാ. ആ അടിപൊളി വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം, താങ്ക് യു.